ഗായ്സ്, അപ്പോൾ 584 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസിന് മുമ്പ് നമ്മൾ നൈസായിട്ട് നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ 584 കിലോമീറ്ററിൽ നമ്മൾ ഫുൾ ടാങ്ക് പറഞ്ഞിട്ടാണ് ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ മീറ്ററിൽ 12.9 ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി മാറി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആവറേജ് മൈലേജ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു സാധനം കയറി പോകുന്നുണ്ട്, ഈ വെള്ളം പോലെ. ഇതാണ് ഇതിൻ്റെ ടാങ്കിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. 2800 രൂപയ്ക്ക് എത്ര ലിറ്റർ കേട്ടോ? 32. ഡീസലാണ് ടച്ച്, ഞാൻ എന്താ പെട്രോൾ ഗായ്സ്. അപ്പോൾ 584 കിലോമീറ്ററിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ആവറേജ് മൈലേജ് മീറ്ററിൽ കാണിക്കുന്നത് 10 കിലോമീറ്ററാണ്. നമ്മളിപ്പോൾ ഇതേ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കാറൊന്ന് അവിടെ ഇട്ടിട്ട് വേണം റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഈ വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക്, ഒരു റിസോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാം എന്തൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ട്, എന്തൊക്കെ ഈ ഒരു വണ്ടിയിൽ ഇല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സിറ്റി മോഡിലാണ് കേട്ടോ. സിറ്റി മോഡ് ഉണ്ട്, അതേപോലെ തന്നെ ഈക്കോ മോഡ് ഉണ്ട്, പിന്നെ നമുക്ക് സ്പോർട്സ് മോഡ് ഉണ്ട്. ഇനിയിപ്പോൾ അതിൽ തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളും ABS അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിൽ വെറ്റ്, അതേപോലെ റഫ് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡുകളുണ്ട്. ഈ ഒരു മോഡലിൽ ഫസ്റ്റ്, അതായത് ഈ ഒരു മോഡൽ ഫസ്റ്റ് സർവീസിന് മുമ്പ് എന്തോരം മൈലേജ് കിട്ടുന്നതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 17 കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു 2000 RPM കിടക്കാണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. നോക്കാം. നമുക്ക് വലിയ ബ്ലോക്കില്ല, പക്ഷെ നല്ല പൊരി മഴക്കാരാണ്. എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും അറിയില്ല മുമ്പോട്ടുള്ളത്. 15 തന്നെ സ്റ്റക്കായി നിന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ NH കറുകുറ്റി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 20-30 മിനിറ്റ് ഒരു പോസ്റ്റ് കിട്ടി. കട്ട ബ്ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ബ്ലോക്കാണ് ഇവിടെ. ഈ ഒരു ബ്ലോക്കിൽ വിട്ട സമയത്ത് 13.6 കിലോമീറ്ററാണ് ശരിക്കും മൈലേജ് കാണിക്കുന്നത്. കണ്ടോ, നമ്മുടെ മാപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് ഏകദേശം എന്താ ഈ ഒരു ഭാഗം വരെ കട്ട ബ്ലോക്കാണ് കേട്ടോ. ഇതിപ്പോൾ 71 കിലോമീറ്റർ ആയിട്ടുണ്ട്. 11 മൈലേജ് കാണിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 30 കിലോമീറ്ററോളം നോർമലായിട്ടുള്ള സിറ്റി റൂട്ട് കൂടിയാണ് കേട്ടോ ഓടിച്ചേക്കണത്. ബ്രോ ഫുൾ ടാങ്ക് അടിച്ചോ? ഇവിടുന്ന് നമ്മൾ ഫുൾ ടാങ്ക് അടിക്കാന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 5-6 ലിറ്റർ അല്ലേ, 6 ലിറ്റർ ആകുമ്പോഴേക്കും ടാങ്കിൽ തന്നെ അറിഞ്ഞു 6 ലിറ്റർ ഡീസൽ നമ്മൾ അടിച്ചു. സ്റ്റാർട്ട് ചെയ്തത് 584 കിലോമീറ്ററിലായിരുന്നു കേട്ടോ നമ്മൾ അവസാനിപ്പിച്ചത്. അതായത് വീണ്ടും റീഫില്ല് ചെയ്തത് 687 കിലോമീറ്ററിൽ. നമുക്ക് 6.39 ലിറ്റർ ഡീസലാണ് ശരിക്കും വേണ്ടി വന്നത്. പലയിടങ്ങളിലും ഞാൻ പെട്രോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് മുമ്പത്തെ വണ്ടി പെട്രോൾ ആയതുകൊണ്ടാണ്, എല്ലാവരും ക്ഷമിക്കുക. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 657 മൈനസ് 584 എന്ന് പറയുമ്പോൾ 73 കിലോമീറ്ററാണ് നമ്മൾ ഓടിച്ചത്. അപ്പോൾ ആ ഒരു 73 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടിയിട്ട്, അതായത് 73 ഹരണം നമ്മൾ 6.39 ലിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് 11.42 കേട്ടോ. ഫസ്റ്റ് സർവീസിന് മുമ്പ് നോർമലായിട്ടുള്ള സിറ്റി മോഡിൽ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത്. എന്തായാലും ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ മൈലേജ് കൂടുന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ട്യൂണിങ്ങിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ എന്തായാലും ഒരു മൈലേജ് ടെസ്റ്റ് വീഡിയോയും കൂടെ ചെയ്യാം ഫസ്റ്റ് സർവീസിന് ശേഷം. അതായത് ഇക്കോ മോഡിലും സ്പോർട്സ് മോഡിലും പിന്നെ നമ്മുടെ സിറ്റി മോഡിലും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാരാണ് മൈലേജ് വെച്ച് മെസ്സേജ് അയക്കുന്നത്. കമ്പനി 16 പറയുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മുതൽ 13 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹാരിയർ എടുക്കാൻ പ്ലാനുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ബൈ.